അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ്. ബാബു ബിർറിൽ വാലിദൈനി വസിലത്തിൽ അർഹാം. 40ാമത്തെ ബാബായിട്ടിക്കൽ എന്നെ ഞങ്ങൾക്ക് വിവരിക്കുള്ളത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബബന്ധം ചേർക്കുക, ഈ കാര്യങ്ങളെ സംബന്ധിച്ചായിട്ടിക്കൽ അതിനെ സംബന്ധിച്ച് വന്ന ആയത്തുകളായിട്ടിക്കൽ തുടക്കത്തിൽ ചൊല്ല്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കടപ്പാടുള്ളത് ഞങ്ങളെ മാതാപിതാക്കളോട് കൂടെ ആയിട്ടില്ല, അതുപോലെ കുടുംബക്കാർ. അപ്പം അങ്ങോട്ടുള്ള ഒരു മനുഷ്യന്റെ ബന്ധം അതിനെ സംബന്ധിച്ച് ഇസ്ലാം എന്തിനു ചൊല്ല് അല്ലെ? മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് സംബന്ധമായിട്ടല്ല ഞങ്ങൾ ചൊല്ല് അല്ലേ. ഞങ്ങളൊരിക്കലും അങ്ങനെ സംബന്ധം ചൊല്ലില്ല. അതിനേക്കാൾ അപ്പുറമായിട്ടിക്കട് അകലൊട്ടുകൊള്ള ഞങ്ങൾക്കുള്ള ബന്ധം. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ജന്മം തന്നെ അങ്ങായിട്ടിക്കട്. അപ്പം ഇസ്ലാം അതിൽ ഉമ്മടൊട്ടുക്കും ബാപ്പടൊട്ടുക്കുള്ള കടപ്പാടുകൾ അല്ലെ. ഉമ്മടൊട്ടുക്ക് കൂടുതലുള്ള കടപ്പാട്, ബാപ്പടൊട്ടു കടപ്പാടില്ലാണ്ടില്ല ഉണ്ട്. പക്ഷേ അതിലും ഉപരിയായി ഉമ്മടൊട്ടു. കാരണം ഉമ്മ ഞങ്ങളെ ഗർഭം ചുമന്നതായിട്ടിക്കട്, പ്രസവിച്ചത് ഉമ്മയായിട്ടിക്കട്, മുല കൂട്ടിയത് ഉമ്മയായിട്ടിക്കട്, ഞങ്ങളെ കുലിപ്പാട്ടിയതും ഞങ്ങളെ വലിയാക്കിയതും വളർത്തിയതൊക്കെ ഉമ്മയായിട്ടിക്കട്. അപ്പോൾ ഉമ്മടൊട്ടുക്കും ഞങ്ങൾക്ക് വലിയ കടപ്പാടുകളുണ്ട്. പക്ഷെ അതൊക്കെ നേതൃത്വ സ്ഥാനത്തായിട്ടിക്കട് ബാപ്പ എന്നുള്ളതാണ്. പക്ഷെ അങ്ങോട്ടുള്ള കടപ്പാട് വളരെ വലുതായിട്ടിക്കട്. അങ്ങനെ ദുആ ഞങ്ങൾക്ക് വലിയ വിജയമായിട്ടില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളെ ദുആ തന്നെ മക്കൾക്ക് ധാരാളം. അപ്പൊ ഞങ്ങൾക്ക് മക്കളുണ്ടാവുമ്പോൾ ഞങ്ങളത് മനസ്സിലാക്കണം. നല്ലത് കൊണ്ട് മക്കൾക്ക് ദുആ ഇറക്കണം. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തുന്ന വിഷയങ്ങൾ നമുക്ക് നോക്കാം. തുടക്കത്തിൽ തന്നെ ചില ആയത്തുകൾ കൊണ്ടുകൊണ്ട് അതിൽ ഫസ്റ്റ് കൊണ്ട ആയത്ത് സൂറത്തു നിസായുടെ ആയത്തായിട്ട് ഖാല അല്ലാഹു തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവെ ഇബാദത്ത് ചെയ്യണം, ഇബാദത്ത് എടുക്കണം. ഒന്നിനെയും അല്ലാഹുവോടൊട്ട് ശിർക്ക് വെക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ഒന്നിനെ അല്ലാഹുവോടൊട്ട് ചേർപ്പാട്ടുകയോ പടച്ചോനാണെന്ന് വിശ്വസിക്കുകയോ ചെയ്യരുത്. അതാണ് ശിർക്ക്. അത് ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളെ കൊണ്ട് ഗുണം ചെയ്യണം. അപ്പൊ അള്ളാഹ് ഇബാദത്ത് എടുക്കണം എന്ന് ചൊന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ ചൊല്ലേണ്ടത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. വബിദിൽ ഖുർബ, പിന്നെ ചൊല്ലേണ്ടത് അടുത്ത കുടുംബക്കാർക്ക് ഗുണം ചെയ്യണം, നല്ല ചെയ്യണം. വൽ യതാമ, യതീമീങ്ങൾക്ക് ഗുണം ചെയ്യണം. വൽ മസാകിൻ, മിസ്കിന്മാർക്ക് ഗുണം ചെയ്യണം. വൽ ജാരിദിൽ ഖുർബ, അടുത്ത കുടുംബക്കാരായ അയൽവാസികൾ. വൽജാരിൽ ജുനുബ്, അടുത്ത കുടുംബക്കാരല്ലാത്ത അയൽവാസികൾ അങ്ങ്. വസ്വാഹിബ് ബിൽ ജംബ്, പിന്നെ ഞങ്ങൾ ഒട്ടുകിക്കട യാത്രകളോ അല്ലെങ്കിൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ഞങ്ങളെ ജോലി സ്ഥലത്തിലോ വർക്ക് ഏരിയയിലോ ഞങ്ങൾ ഒട്ടുക ഇക്കട ആൾക്കെത്താറുമാ അങ്ങനൊട്ടുക ഗുണം ചെയ്യണം. വബിനി സബീൽ, പിന്നെ യാത്രക്കാർ, മുസാഫിരി, ഞങ്ങളെ നാട്ടുക്ക് ഞങ്ങളെ റായത്തുക്ക് യാത്ര വന്നങ്ങ, അതല്ലെങ്കിൽ ഞങ്ങളെ റായത്തിലൂടെ കൂടെ യാത്ര പോണങ്ങ. ഒമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളെ കൈകൾ മിൽക്കാക്കിയത് അടിമകൾ, അങ്ങനെ ആൾക്കാരൊട്ടുക്കും. അപ്പൊ അങ്ങോട്ടൊക്കെ ഗുണം ചെയ്യണമെന്ന് ഇസ്ലാം കൽപ്പിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ചൊന്നതാരെ മാതാപിതാക്കളെ സംബന്ധിച്ചായിരിക്കണം. അപ്പൊ മാതാപിതാക്കളോട്ടുള്ള കടപ്പാടുകൾ വളരെ വലുതായിട്ടിരിക്കണം. അപ്പൊ അള്ളാഹുಗೆ ഇബാദത്ത് ചെയ്യുക എന്ന് ചൊന്നിട്ട് അള്ളാഹു താല രണ്ടാമതായി ചൊന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന്. വകാലത്താല, എന്നിട്ട് അതാ സൂറത്തു നിസായിലെ സൂറത്തു നിസായിലെ ആയത്ത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അള്ളാഹുക്ക് നിങ്ങൾ തഖ്വ ചെയ്യണം. ആ അള്ളാഹുടെ കൊണ്ടായിട്ടിക്കട് നിങ്ങൾ കേൾക്കടേ. വൽ അർഹാം, അള്ളാഹുക്ക് തഖ്വ ചെയ്യണം. കുടുംബ ബന്ധത്തെയും നിങ്ങൾ നോക്കിക്കൊള്ളണം, മുറിക്കുക തീരാ. അപ്പോൾ അള്ളാഹുടെ കൊണ്ട് നീ കേൾക്കണമെന്ന് ചൊന്നെങ്കിൽ സാധാരണ എന്താക്കണത് അള്ളാഹുടെ മുൻനിർത്തിട്ട് ചൊല്ലാറ് അല്ലെ. അള്ളാഹുടെ ബേർച്ചിട്ട് നക്ക് നീ ഹെൽപ്പ് ആക്കണം, അള്ളാഹുടെ ബേർച്ചിട്ട് എൻ്റെ നീ നോക്കണം, അള്ളാഹുടെ ബേർച്ചിട്ട് നക്ക് നീ ഇങ്ങനെ ആക്കണമെന്ന്. അപ്പൊ
പിന്നെ ഇങ്ങനെ ആയിട്ടിക്കട അള്ളാഹുടെ മുൻനിർത്തി ആയിട്ടിക്കട അള്ളാഹുടെ കൊണ്ടായിട്ടിക്കട കേൾക്കുക അതാ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം അള്ളാഹുടെ കൊണ്ട് നിങ്ങൾ കേൾക്കുന്നത് അതുപോലെ അർഹാം ജന്നാമത ചെന്ന് കുടുംബ ബന്ധത്തെ മുറിക്കലിനെ തൊട്ടും നീ എന്താക്കണം സൂക്ഷിച്ചോളണം അല്ലെ. അപ്പൊ അവിടെ വല്ല അർഹാമി എന്ന് പോലെ വായിച്ചാൽ അതനുസരിച്ചിട്ട് അർത്ഥം അങ്ങനെ അവിടെ അള്ളാഹുടെ കൊണ്ടും നിങ്ങൾ അള്ളാഹുക്ക് തഖ്വ ചെയ്യണം. ആ അള്ളാഹുടെ കൊണ്ട് നിങ്ങൾ കേൾക്കുന്നത് കുടുംബ ബന്ധത്തെ കൊണ്ടും കേൾക്കുന്നത്. കുടുംബം തന്നെ നിങ്ങൾ അള്ളാഹുടെ മുൻനിർത്തിനാണ് എൻ്റെ ടീ കേൾക്കുന്നത്. നീ ഞങ്ങൾ ഒരേ കുടുംബമല്ലേ അതുകൊണ്ട് നിന്റെ ടൂ ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ. അപ്പൊ ഏതായാലും ഇവിടെ കുടുംബത്തെ അള്ളാഹു താല മുറിക്കണ്ട, കുടുംബ ബന്ധം ചേർക്കുവാനായി അള്ളാഹു കൽപ്പിച്ചു. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ ഒരു വിഭാഗം ആൾക്കാർ അള്ളാഹു അങ്ങോട്ട് ചേർക്കൊന്നുണ്ട് കൽപ്പിച്ചത് അങ്ങ് ചേർക്കുന്ന ഇത് കുടുംബ ബന്ധം തന്നെ. വഖാല തആല അൻകബൂത്ത് സൂറത്തിൽ 8-ാമത്തെ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് മനുഷ്യനൊട്ട് അങ്ങ് വസിയത്ത് ചെയ്യണം, നല്ലത് ചെയ്യണമെന്ന്. എന്നിട്ടത് വഖദാ റബ്ബുക അല്ലാ തഅബുദു സൂറത്തുൽ ഇസ്രാആയത്ത് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല വിധിച്ചിര എന്തിനെ വിധിച്ചിര അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കണം. ഇബാദത്ത് അള്ളാഹുക്ക് മാത്രം അല്ലെ. നിസ്കരിക്കല് നോമ്പ് പിടിക്കലൊക്കെ അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്. ഇബാദത്ത് ചെയ്ത് അള്ളാഹുക്ക് വേണ്ടി മാത്രം, അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇതിനർത്ഥം മറ്റുള്ള ആൾക്കാരെ ബഹുമാനിക്കുക തീര എന്നല്ല. മാതാപിതാക്കളെ ബഹുമാനിക്കണമെങ്കിൽ അങ്ങനെ ഇബാദത്ത് ചെയ്തല്ല, അത് അള്ളാഹ് കൽപ്പിച്ച കാര്യം, അള്ളാഹ് ഇബാദത്താണ്. ഔലിയാക്കന്മാരെ ബഹുമാനിക്കണമെങ്കിൽ അങ്ങനെ ഇബാദത്ത് ചെയ്തല്ല, അള്ളാഹു കൽപ്പിച്ചതായിരിക്കണം. അപ്പൊ അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യുമ്പോൾ അത് അള്ളാഹ് ചെയ്ത ഇബാദത്ത്. ആദം നബി അലൈഹി സ്വലാമുക്ക് മലക്കുങ്ങൾ സുജൂദ് ചെയ്തില്ലേ, സുജൂദ് അള്ളാഹു അല്ലേ. അപ്പൊ അള്ളാഹു താല കൽപ്പിച്ചത് ചെയ്യുമ്പോൾ അത് അള്ളാഹുടെ അനുസരിക്കൽ തന്നെ ആയിരിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന പിന്നെ അള്ളാഹു താല ചെന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇവിടെ ഈ ആയത്തിൽ നോക്കൂ, അള്ളാഹ് ഇബാദത്ത് ചെയ്യണമെന്ന് ചെന്നിട്ട് രണ്ടാമതായി ചൊല്ലെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. എന്നിട്ട് ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ അല്ലെ. മാതാപിതാക്കൾക്ക് വയസ്സായിത്തും കണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വയസ്സായിത്തും കണ്ടെങ്കിൽ അങ്ങോട്ട് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ ഛേ എന്നുള്ളൊരു പലക്ക പോലും ചൊല്ലരുത്. അങ്ങനെ എന്തെങ്കിലും ചൊല്ലാ അങ്ങനെ ആയില്ല, അങ്ങനെ പോലും ചെയ്യരുത്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ അല്ല. അങ്ങോട്ട് ദർഗിട്ട് പലക്കറേ തീര നല്ല പലക്ക ചൊല്ലണം. അങ്ങോട്ട് നല്ലോണം കരുണ കാട്ടണം, കൃപ കാട്ടണം. എന്ന് ദ്വാരക്കണം, മാതാപിതാക്കൾക്ക് ദ്വാരക്കണം അല്ലെ. ഞങ്ങൾ ചൊല്ലുടെ ബായിൽ ചൊല്ലുടെ മാത്രല്ലാണ്ട് പ്രവൃത്തിയിൽ ഞങ്ങൾ കൊണ്ടുവരക്കണം നോക്കണം അല്ലെ. ദ്വാരക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണം, മാതാപിതാക്കൾ മക്കൾക്കും വേണ്ടി ദ്വാരക്കണം. അപ്പൊ മക്കൾക്ക് അങ്ങക്ക് പരിപാടി കൊടുക്കണായിരിക്കും. നിങ്ങൾ അബ്ബ ഉമ്മക്ക് വേണ്ടി ദ്വാരക്കണം, അല്ലെ. വളരെ അർത്ഥമുള്ളൊരു ദ്വാ. നിങ്ങൾ ചെറിയ കൊമ്പത്ത് എത്ര ഉപദ്രാക്കിയാൻ കണ്ടെങ്കിലും എന്താക്കിയാൻ കണ്ടെങ്കിലും മടിയിൽ മൂത്രം വീറ്റിയെങ്കിലും എന്താക്കിയാൻ കണ്ടെങ്കിലും വലിച്ചെറിഞ്ഞില്ല ഞങ്ങൾ ബാപ്പും ഞങ്ങളെ നല്ലോണം നോക്കിയത്. അതേപോലെ നല്ലോണം ഞങ്ങളോട്ട് കരുണ ചെയ്യും, കൃപ ചെയ്യുന്ന അർത്ഥം കൊണ്ട് ആ ദ്വാ ആയിട്ടിക്കട് അല്ലെ. അങ്ങനെ നീ നല്ലോണം റഹ്മത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഖബറിലും അദാബിലും ഖബറിലും മഹ്ശറിലും ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹുടെ റഹ്മത്ത് കിട്ടിയെങ്കിലും അവിടെ വിജയിച്ചില്ലേ. അപ്പൊ വലിയ ഒരു ദ്വാ തെറ്റിക്കരുത്. അതുകൊണ്ടിട്ട് എന്താക്കണം, മാതാപിതാക്കൾക്കുള്ള ദ്വാ ഞങ്ങൾ മറക്കുക തീരം. വഖാല വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക്. മനുഷ്യരൊക്കെ ഞങ്ങൾ വസിയത്താക്കിയത് എന്തേ, മാതാപിതാക്കളെ കൊണ്ട് ഗുണം ചെയ്യണമെന്ന്. ഉമ്മ എന്താക്കിയത്, അങ്ങനെ ഗർഭം ചൊന്നത് വഹ്നന്നല വഹ്ൻ അല്ലെ. കഷ്ടത്തെ മേലെ പിന്നെയും കഷ്ടം ആര്, മാതാപിതാക്കൾ. വലിയ അധ്വാനം വന്നത് കറുപ്പും ചെയ്ത്ത് പെത്തിട്ട് അതിരിക്കടെ അവിടെ വളർത്തണം, വലിയാക്കണം അല്ലെ. വലിയായിട്ട് ഒരു കൈക്കാലിട്ട് ഗട്ടി അവിടെ ഒരു ബാലക്കാർ അവിടെ അടുത്തോളം കൊണ്ട് നോക്കിയോളണം. വലിയൊരു ത്യാഗമായിട്ടിക്കട് ഉമ്മ സഹിച്ചത്. അതാ ഉമ്മയുടെ പ്രത്യേകിച്ച് അവിടെ എത്തുന്നത്. ഉഫിസാലു ഫി ആമീൻ 2 വർഷത്തോളം മല കൊടുക്കുക. 2 വർഷമായാൽ പിന്നെ മല കൂടി നിർപ്പാട്ടണം.
അല്ലേ? അത്ര ടൈം അത്ര ഏറ്റിക്കണ്, അതിലപ്പുറം കൊടുത്തത് എന്തല്ല കണക്കുള്ളതൊന്നും അല്ല. അപ്പൊ ഈ മുലക്കുടി ബന്ധം തന്നെ സ്ഥിരപ്പെട്ടത് എന്തായിട്ട് 2 വർഷത്തേക്ക് മുന്നോട്ട്. അതായത് ഈ ഇസ്ലാമിൽ ഒരു മുലക്കുടി ബന്ധം ചെന്നിട്ടുണ്ട്. പക്ഷെ ഈ ആയത്തൊന്ന് കംപ്ലീറ്റ് ആക്കില്ല ചൊല്ലു. ഫിസാലു ഫിയാമീൻ അനിഷ്കുറുലി വലി വാലിദൈക്ക്. അതാ എന്തേ നക്കു ശുക്ര ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും ശുക്ര ചെയ്യണം. സൂറത്തുൽ ലുഖ്മാന്റെ 14-ാമത്തെ ആയത്ത്. അപ്പൊ അള്ളാഹുക്ക് നന്ദി ചെയ്യാൻ മാതാപിതാക്കൾക്കും വേണ്ടി നന്ദി ചെയ്യണം അള്ളാഹു കൽപ്പിച്ച. അപ്പോ അള്ളാഹുക്ക് നോക്കൊരു 2-3 അള്ളാഹുക്ക് ഇബാദത്തെടുക്കണം ചെന്നിട്ട് ഒട്ടുക്ക് ചൊല്ലേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, അല്ലെ? അള്ളാഹുക്ക് ശുക്ർ ചെയ്യണം, മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യണം. അപ്പൊ ഈ രാഷ്ട്ര ആയത്തിൽ ചെന്നത് ഫിസാലു ഫി ആമൈനി ചെന്നെങ്കിൽ ഈ മുലക്കുടി ബന്ധം ചെന്നിട്ട് ഇസ്ലാമിലുണ്ട്. അതെന്താ കേട്ടെങ്കിൽ ഈ ഒരു പെണ്ണ് ഒരു കിടാവുക മുലക്കൊടുത്തം കണ്ടെങ്കിൽ ഈ മുലക്കൊടുത്തവള് കിടാവുക ഉമ്മ ഒരാൾ ഉമ്മ. അപ്പൊ എത്ര വട്ടം മുല കൊടുക്കണം? 5 വട്ടം മുല കൊടുക്കണം. എപ്പോ മുല കൊടുക്കണം? കിടാവുക 2 വർഷം അവിടെ എടുക്കും മുന്നോളൂ. അപ്പൊ 2 വർഷം ആയാൽ പിന്നെ മുലപ്പാൽ കൊടുത്തെങ്കിൽ കിടാവുക 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ മുലപ്പാൽ കുടിച്ചെങ്കിൽ മുലക്കൊടുത്തവൾ എന്ത് ഉമ്മ എന്തും ആവില്ല. അപ്പോ ഈ മുലക്കുടി ബന്ധം എന്നുള്ളത് അതല്ലേ, അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇസ്ലാമിൽ. ഇപ്പൊ 3 നിലക്കുള്ള ബന്ധം. ഒന്ന് ഞങ്ങൾക്ക് കുടുംബ ബന്ധം, അതായത് ഞങ്ങളെ ജനനം കാരണം കൊണ്ട് പെറ്റത് ഉമ്മ, അല്ലെ? ആ ഉമ്മയുടെ അളവുള്ള ഞങ്ങൾക്ക് കുഞ്ഞുമ്മ, ഉമ്മയുടെ അളവ്. ഉമ്മയുടെ മൂത്തോല് ഞങ്ങൾ മൂത്തമ്മ ചൊല്ല. ഞങ്ങളെല്ലാം ഞങ്ങൾ തൊട്ടേ ഉദു പോണ്ടില്ല, കാരണം എൻ്റെ ഉമ്മയുടെ അളവുള്ള മൂത്തോളൂ. ഞങ്ങൾക്ക് ജന്മം തന്നെ ഉമ്മയുടെ അളവുള്ള മൂത്തോളൂ. അങ്ങനെ ഒരു ബന്ധമുണ്ട്, അത് കുടുംബ ബന്ധം. 2-മത്തേത് നിക്കാഹായ രൂപത്തിലുള്ള ഒരു ബന്ധമുണ്ട്. അതേനെ ഈ നാനൊരു പെണ്ണിടെ മഞ്ഞളായിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞളാവിന്റെ പെഞ്ഞായി അവലെ ഉമ്മ നന്റെ പെഞ്ഞായുടെ ഉമ്മ. അപ്പൊ ആ ഉമ്മയുടെ തൊട്ടെങ്കിൽ ഉപയോഗിക്കൊണ്ടില്ല. അത് നിക്കാവുമായിട്ടുള്ള ബന്ധത്തിലുള്ളൊരു ബന്ധമായിട്ടിരിക്കുക. അങ്ങനെ അത് അവിടെ 4 നിലക്കുണ്ടാവും. അത് നിക്കാഹോട് കൂടെ മഹറം അവിടുന്ന് 4. പിന്നൊന്നായിട്ടിക്കടെ ഈ മുലക്കുടി ബന്ധം ചെന്നത് ഒരു ഉമ്മ ഒരു കിടാവുക്ക് 7 വട്ടം 5 വട്ടം മുല കൊടുത്തെങ്കിൽ 2 വർഷം അവിടേക്ക് മുന്നോട്ട് മുല കൊടുത്തെങ്കിൽ ഈ മുല കുടിച്ച് കിടാവുകു ഈ മുല കൊടുത്തവൾ ഉമ്മ. 5 വട്ടം വേറെ വേറെ കൊടുക്കണം. അപ്പൊ ഉമ്മ അവിടെ. അപ്പൊ ഓല മാപ്പിള ബാപ്പയുടെ സ്ഥാനത്താവും മുലക്കുടി ബന്ധത്തിലൂടെയുള്ള ബാപ്പ. ഈ മുല കൊടുത്തോലെ ഇലവലു മൂത്തോലെല്ലാം ഓനുകു ഉമ്മയുടെ ഇലവലു മൂത്തോലെ പോലെമേ ഈ കിടാവു. അതായത് അത് കുടുംബ ബന്ധം എങ്ങനെയുണ്ട് അതേപോലെ ഈ കിടാവുകു ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. ഇത് അന്റെ ഈ മുലക്കുടി ബന്ധം കൂടെ. ഇപ്പൊ ഈ ദത്തു എടുക്കലാങ്ങ ഇന്നലെ ഒരു ചോദ്യം വന്നിട്ടിരുന്നാലേ ഗ്രൂപ്പിലല്ലേ, ദത്തു കിടാവിടെ ബലത്തൊക്കെ എടുക്കലങ്ങ. ആ ബലത്തൊക്കെ എടുക്കലങ്ങ ഇപ്പൊ റാണിക്കിടാവിടെ ബലത്തൊക്കെ എടുത്താൻ കണ്ടെങ്കിൽ ബലിയാവുമ്പത്തു ഈ കിടാവ് ഒരു ബാലക്കറാവുമ്പത്തു ദത്തു എടുത്ത ഉമ്മക്ക് ഒരിക്കലും അവന് മോനല്ല. എന്തുകൊണ്ട് മോനല്ല? ഓൽ പെത്തിട്ടും ഇല്ല, ഓനെ മുല കൊടുത്തിട്ടും ഇല്ല, പിന്നെ അങ്ങനെ മോനവിടെ. അപ്പൊ കുടുംബത്തിൽ നോക്കുക അലാലായ കിടാവ് എന്തോ അല്ലാൻ കണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തം ഇലവല് മൂത്തോലമ്മ എല്ലാം എടുക്കുമ്പോ ആ പ്രോബ്ലം വേണ്ടില്ല, പറത്തിലെടുക്കുമ്പോഴത്തേക്ക് ആ പ്രോബ്ലം വേണ്ടേ. അപ്പോ ഈ കിടാവ് വലിയാകുമ്പോ അന്യാണ്ട് ഹുക്കുമിലല്ലേ വേണ്ടേ. അപ്പൊ അതൊക്കെ എന്താക്കണം കേട്ടെങ്കിൽ ഈ മുലക്കുടി ബന്ധം സ്ഥാപിക്കുവാനായി നോക്കണം, അല്ലെ? അങ്ങനെ എടുക്കണമെന്നെങ്കിൽ ചിലപ്പോ ദൂരത്തെ കുടുംബത്തിൽ നിന്നായിട്ട് മക്കളില്ലാത്ത ചിലപ്പോ മക്കൾ എടുക്കുമ്പോ എന്താക്കണമെന്നെങ്കിൽ ഒരു പെണ്ണ് ഒരാൺകിടാവിടെ എടുത്തേൻ കണ്ടെങ്കിൽ ആ കിടാവ് ബലിയാകുമ്പോഴത്തേക്കും അന്യാണാവില്ലേ. അപ്പൊ അതിക്ക് എന്താക്കണമെന്നെങ്കിൽ ഈ 2 വർഷം അവിടേക്ക് മുന്നോട്ട് കണ്ടെങ്കിൽ ഈ മുലക്കുടി ബന്ധം സ്ഥാപിക്കുക. ഓരോ ഇലവലോ മൂത്തോലോ 6 പെത്തങ്ങിന്നെങ്കിൽ അങ്ങനെ ഒട്ടുക്ക് ഒരു 5 വട്ടം മുല കൊടുപ്പാട്ടിയും കണ്ടെങ്കിൽ ആ മുല കൊടുത്തോളും ഉമ്മ അവിടെ അല്ല. അപ്പൊ ഓല ഇലവലോ മൂത്തോലല്ലേ മുല കൊടുക്കണേ. അപ്പൊ ഉമ്മയുടെ ഇലവലോ ഉമ്മയുടെ മൂത്തോല എന്ന സ്ഥാനത്ത് ഗോൾബണ്ടാകും. അങ്ങനെയൊക്കെ അതിന് പെണ്ണുകിടാവെങ്കിൽ എന്താക്ക ബാപ്പക്ക് പിന്നെ ബലിയാകുമ്പോ അന്യസ്ത്രീ എന്ന വിധിമുണ്ട്. ഒരിക്കലും അങ്ങനെ എന്താവില്ല, സ്വന്തം ബാപ്പ ഉമ്മ അല്ല, പക്ഷെ കുടുംബ ബന്ധത്തോട് ബന്ധം പോലെ മുലക്കുടി ബന്ധം സ്ഥാപിക്കുകയുള്ളൂ. അപ്പൊ ഇത് നോക്കണം. അപ്പൊ അവിടെ പിന്നെ ചില ചോദ്യം വേണ്ടത് ഈ ഇതിനാ ചൊല്ലുള്ള കാരണം തന്നെ ചില ആൾമാർക്ക് പെഞ്ഞായിരം മുലപ്പാൽ കുടിച്ചെങ്കിൽ എന്താവക്കൊണ്ടില്ല. കാരണം 2 വർഷം കിടാവുക്ക് 2 വർഷം അവിടേക്ക് മുന്നോട്ട് മുലപ്പാൽ കുടിച്ചാൽ മാത്രം ഉമ്മ അവിടെ, ആറ് മുല കൊടുത്തോളം ഉമ്മ അവിടെ.
ഇത് നിക്കാഹോം വലിയ ബാലക്കാരായില്ലേ. അപ്പൊ ഈ മലക്കടി ബന്ധം സ്ഥാപിക്കടെ എപ്പ ഉണ്ടാവിടെ എപ്പ കേട്ടെങ്കിൽ കിടാവുക 2 വർഷം അവിടേക്ക് 3 ഉമ്മ 5 വട്ടം മുലപ്പാൽ കൊടുക്കണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ അടുത്ത ക്ലാസ്സിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ബാബുടെ തുടക്കത്തിൽ ചൊന്ന ആയത്തുകളായിട്ട് ഇവിടെ വിശദീകരിച്ചത്. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, സൽസ്വഭാവികളിൽ പെടുത്തട്ടെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മരിച്ചുപോയ ഞങ്ങൾ ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഹയാത്തുള്ള ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല